കേന്ദ്ര ഗവൺമെൻറ് വർഗീയവാദികളുടെ കൂടെയാണോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരോധമാണോ അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് സംശയം തോന്നുന്ന തരത്തിൽ FCRI നിയമത്തിൽ വീണ്ടും ഭേദഗതികൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ മുഴുവൻ അനാവശ്യമായി ഉപദ്രവിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഘടനകളെ അനാവശ്യമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഗൗരവതരമായ വകുപ്പുകൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് ലൈസൻസ് പുതുക്കാതിരിക്കുകയോ ലൈസൻസ് പുതുക്കാൻ വൈകുകയോ ലൈസൻസ് പുതുക്കി കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ അവരുടെ ഈ ആസ്തികൾ മുഴുവൻ, ഈ സംഘടനകളുടെ ആസ്തികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. അപ്പോൾ നേരത്തെ ബുൾഡോസർ കൊണ്ട് വീടുകൾ തകർത്തതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അധികാരത്തിന് മേലുള്ള, അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് FCRI ഭേദഗതി നിയമം. അടിയന്തരമായി മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കി വാദികളെ പോലും അറസ്റ്റ് ചെയ്യുന്ന BJP സർക്കാരുകൾ ഈ നിയമം പാസാക്കിയാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ഉപദ്രവിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ നിയമം, ഭേദഗതി നിയമം പാസ്സാക്കുന്നതിൽ നിന്ന് പിന്മാറണം എന്നാണ് UDFൻ്റെ അഭിപ്രായം. UDF അത് ആവശ്യപ്പെടുന്നു. അല്ലല്ല, ഡീലുണ്ടല്ലോ അവിടെ. അന്ന് എനിക്ക് വേറെ വിഷയമൊന്നും പറയാൻ പാടില്ലേ? അല്ല, ഞാൻ ചോദിച്ചാ എനിക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എനിക്ക് വേറെ ഒരു വിഷയവും പറയാൻ പാടില്ല. അല്ലല്ല, അങ്ങനെയല്ല. എനിക്ക് വേറൊരു വിഷയം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അങ്ങാണ് എൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ഞാൻ എന്ത് വിഷയം ഓരോ ദിവസം പറയണമെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഇന്നലെ ഒരാൾ ചോദിച്ചല്ലോ, എല്ലാ ദിവസവും ഇത് മാത്രമുള്ളതെന്ന് ചോദിച്ചല്ലോ. നിങ്ങളല്ല ഞങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത്, നിങ്ങളല്ല. ഞങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത്, ഓരോ ദിവസവും എന്തു പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. UDF നേതൃത്വം തീരുമാനിച്ചിട്ടാണ്. അത് നിങ്ങൾ തീരുമാനിക്കാൻ പറയണ്ട.